നമസ്കാരം. UNAയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. അമ്മയുടെ മാനസികാവസ്ഥയും കുഞ്ഞുമായിട്ട് ബന്ധമുണ്ടല്ലോ. അത് അമ്മയുടെ മാനസികാവസ്ഥയും കുഞ്ഞിൻ്റെ വളർച്ചയുമായിട്ടുള്ള ബന്ധമുണ്ട്. തീർച്ചയായിട്ടും വെപ്രാളം പിടിക്കാറുണ്ട്. എല്ലാ സാഹചര്യങ്ങളും വരിക്കും. അല്ല ഇപ്പം ടെൻഷനുള്ള സമയത്ത് എല്ലാ സിസ്റ്റമും മദറിൻ്റെ സിസ്റ്റം എല്ലാം അഫക്റ്റ് ആകുമല്ലേ. ദറ്റ് ആൾസോ പ്രിസിപ്പിറ്റേറ്റഡ്. ഇപ്പോൾ സപ്പോസ് മദർക്ക് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ പൾസ് റേറ്റ് കൂടുതൽ, കുഞ്ഞിന് പൾസ് റേറ്റ് കൂടുതൽ, ഹാർട്ട് റേറ്റ് കൂടുതൽ. അതുപോലെ ബേബി ഹെൽത്തി മദർ ഹെൽത്തി ബേബി, റൈറ്റ്. നമ്മുടെ പീസ്ഫുൾ മൈൻഡ്. അത് ചില പേഷ്യൻസ് വെപ്രാളം പിടിച്ച് വരുന്ന സമയത്ത് അവർ പറഞ്ഞ് മനസ്സിലാക്കിയ ഈസി സംഭവം ഈസി. അല്ലാതെ നമുക്കത് മെൻ്റൽ സ്ട്രെയിൻ ഷുഡ് നോട്ട് ബി ദർ. മെൻ്റൽ സ്ട്രെയിൻ ഒരിക്കലും മദർക്ക് വരാൻ പാടില്ല. ഈസിയായിട്ട് കടന്നു പോയാൽ ഈസി, എവറിത്തിങ് ഈസി. നോർമൽ ഡെലിവറിയിലേക്ക് പോകാനുള്ള ചെറിയ എക്സസൈസൊക്കെ ഗർഭിണികൾക്ക് എടുക്കാമോ? എക്സസൈസ് ഒക്കെ നോർമൽ ഡെലിവറി ഡേറ്റ് അത് ഒരു 36 ആഴ്ച കഴിഞ്ഞിട്ട് കുഴപ്പമില്ല. ദേ കൻ ഡു എനി വർക്ക്. അപ്പോൾ 36 ആഴ്ച മുൻപ് ബേബി സാധാരണ പല ആൾക്കാർ പറയും ഗർഭിണിയായി കഴിഞ്ഞാൽ നീ നല്ല ജോലി ചെയ്യണം, അങ്ങനെ പോകണം, വെള്ളം കറങ്ങണം, തുണി അലക്കണം ഒക്കെ പറയുന്നതെല്ലാം ശരി തന്നെ. കാരണം അല്ലേ അതിൻ്റെ പർപ്പസ് എന്ന് ചോദിച്ചാൽ ഡേവിലെ ഈസി ഡെലിവറി. ഈ മസിൽസ് എല്ലാം റിലാക്സ് ആകും അല്ലേ, അപ്പോൾ ഈസി ഡെലിവറി ആകും. പക്ഷേ അത് ഡേറ്റ് മുൻപ് അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ സാധാരണ പേഷ്യൻ്റ് പറഞ്ഞു കൊടുക്കും, ചിലപ്പോൾ യൂട്യൂബിൽ പിടുത്തം വന്ന് വയറ്റുവേദന വന്ന് നേരത്തെ ഡെലിവറി മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ടേക്ക് റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞാൽ ബെഡ് റെസ്റ്റ് അല്ല പറയുന്നത്. നിങ്ങളുടെ ജോലി മാത്രം നോക്കിയാൽ മതി. അല്ല ആഞ്ചു പിടിച്ച് ജോലി ചെയ്യേണ്ട. ആഞ്ചു പിടിച്ച് ജോലിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആഫ്റ്റർ 36 വീക്സ് നീ എന്തോ വേണം ചെയ്തോ, യുവർ ബേബി ഈസ് 100% സേഫ്. ആ മുൻപ് ബേബി സേഫ് അല്ലല്ലോ. അപ്പോൾ മുമ്പ് ഡെലിവറി ആയാലും പറയുന്നത് പറഞ്ഞാൽ നല്ല എക്സസൈസ് ചെയ്ത് മസിൽസ് റിലാക്സാണ്, ഈസി ഡെലിവറി കാണുമെന്ന് പറയാം. ശരിയാണ്, എല്ലാം ശരി തന്നെ. അത് ഡേറ്റ് ബേബി മെച്യൂറായി കഴിഞ്ഞിട്ട് ചെയ്താൽ കുഴപ്പമില്ല എല്ലാം. അല്ലാതെ നമ്മൾ ഈ ഒരു 5-ാം മാസം ജോലി വെള്ളം കോരി അരി ഇടിക്കുന്നു പറഞ്ഞാൽ പ്രസവിച്ചാൽ മോശമല്ലേ, ബേബി നിൽക്കില്ലല്ലേ. അതാണ് പഴയ കാലങ്ങളിൽ പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഈ സാധാരണ ഇപ്പോൾ ഡെലിവറി ആയി കഴിഞ്ഞ് 2 hours ഇറങ്ങി നടക്കാനാണ് പറയുന്നത്. പണ്ടത്തെ കാലത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാൻ പറയും. എന്നാൽ ആ പീരീഡ് ഡെലിവറി ആയി കഴിഞ്ഞ പീരീഡിൽ അവർക്ക് ദൈവം കൊടുക്കുന്ന റെസ്റ്റ്. അല്ലാതെ അത് കഴിഞ്ഞിട്ട് തുടക്കം തൊട്ട് വീട്ടിൽ ജോലി നൂറുകൂട്ടം ജോലിയല്ലേ പണ്ടത്തെ. ഇപ്പോൾ എല്ലാം റിമോട്ട് സിസ്റ്റം ആയതുകൊണ്ട് എല്ലാം ഈസിയാണ്. പണ്ടത്തെ അങ്ങനെയല്ലല്ലോ. പണ്ടത്തെ എല്ലാം വിറകത്തിക്കണം, അരി ഇടിക്കണം, മഴ അറസ്റ്റ് കൊടുക്കണം, എല്ലാ ജോലിയും ചെയ്തേ പറ്റുമല്ലോ. ഇപ്പോൾ എല്ലാം റിമോട്ട് കൺട്രോൾ ആയതുകൊണ്ട് എല്ലാം ടെക്കിന് ഫാസ്റ്റ് ഫുഡായി എല്ലാം ഫോൺ അടിച്ച ഫുഡ് വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ലൈഫ് സ്റ്റൈൽ ഇസ് എൻ്റയർലി ഡിഫറെൻറ്റ്. ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആകുന്ന സമയത്ത് വി ആർ ഫോഴ്സ് ടു ചേഞ്ച് ദ ട്രീറ്റ്മെൻറ്റ് സർട്ടൺ എക്സ്റ്റെൻറ്റ്. മനസ്സിലായാലും ഒരു പരിധിവരെ നമ്മൾ സ്റ്റൈൽ മാറ്റിയേ പറ്റും. നമ്മൾ പഴയ കാലം പറഞ്ഞുകൊണ്ടിരുന്നാലേ ഇപ്പോൾ വരുന്ന പിള്ളേരൊക്കെ ഒന്ന് വെളിയിലൊക്കെ പഠിക്കും പോലെ ഹൈടെക്കിൽ പഠിച്ച പിള്ളേരായിരിക്കും. പണ്ടത്തെ വന്ന് SLC പറഞ്ഞ് നിർത്തും. ഇപ്പോൾ എല്ലാ പിള്ളേരും ഈക്വലായിട്ട് എല്ലാം പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ട് കളക്ടർമാരാകുന്നുണ്ട്, ഇല്ലേ ഡോക്ടർമാരാകുന്നുണ്ട്, ഇത് എന്തുവാ എഞ്ചിനീയേഴ്സ് ആകുന്നുണ്ട്, വെളിയിൽ പോയി ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വെളിയിലുള്ള കൾച്ചർ അത് കണ്ടു വരുന്ന സമയത്ത് നമുക്ക് അതുപോലെ എന്താ ഇവിടെ കിട്ടാതെ ആണ് ഒരു സംശയങ്ങൾ വരും. അപ്പോൾ ആ സൈഡിൽ ഇപ്പോൾ ഇവിടുത്തെ പേഷ്യൻസ് വന്നാലും നമ്മുടെ കൾച്ചറിനനുസരിച്ച് നമ്മൾ മേൽ പേഷ്യൻസ് ആണുങ്ങളെ ഒരിക്കലും പ്രസവം അടുക്കി ഏറ്റരുത്. കാരണം അപ്പോൾ ചില വെളിയിൽ പോയി പിള്ളേർ പോയി ജോലിക്ക് പോയിരുന്ന പിള്ളേർ എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞു അമ്മമാർ എത്ര പേരും കയറിക്കോട്ടെ, അമ്മമാർ അച്ഛനെ പെണ്ണുങ്ങൾ കയറിക്കോട്ടെ, അവരിന്ന് പ്രസവം എടുത്തോട്ട് ഞങ്ങൾ കൂടെ നിൽക്കാം. അല്ലാതെ മക്കൾ കയറണം മോശം. കയറുന്നതിൽ ചിലപ്പോൾ പെണ്ണുമ്പോൾ കൈയൊക്കെ കടിച്ചു നിൽക്കുന്നു വേദന എടുത്ത്. എന്നാൽ വേദന എടുക്കുന്ന സമയത്ത് അവർ അല്ല പെയിൻ ഈസ് പെയിൻ. വേദന വന്നാൽ ഒരു ചെറിയ തലവേദനയായാലും നമ്മൾ സഹിക്കാൻ നോക്കില്ല. പ്രസവത്തിൻ്റെ ഈക്വൽ ടു ദിറ്റ് ഹാർട്ട് അറ്റാക്ക്.
അത്രയ്ക്ക് ഒരു മസ്കുലർ സ്ട്രക്ചർ അങ്ങനെ തന്നെ ഒരു പ്രഗ്നൻസിയിൽ പെയിൻ വരുന്ന സമയത്ത് അറ്റാക്ക് വരുന്ന പെയിൻ പോലെ കാണും. അപ്പോൾ അതുകൊണ്ട് പേഷ്യൻ്റ് വിൽ ബി റെസ്റ്റ്ലെസ്. അടുത്ത് ഡെലിവറി ആയിക്കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് സീ ബി ഹാപ്പി. എല്ലാ പെയിനും മാറുന്നുണ്ടല്ലോ. അതെ, അത് കുഞ്ഞിനെ കണ്ടാണ് വളരെ സന്തോഷമായിരിക്കും. ഞാൻ ഒരു അമ്മയായാലും ഒരു സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ അബോർഷൻസ് ചെയ്യാറില്ല എന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് ഐഡിയ ഉള്ള ആളാണ്, മനസ്സിലായോ? അത് ജനിക്കട്ടെ, ജനിച്ച് ഈ ലോകത്തിൽ അത് ജനിക്കുന്ന കൊച്ചുങ്ങൾക്ക് സ്ഥലമില്ലാഞ്ഞിട്ടല്ലല്ലോ. അത് മെയിനായിട്ട് ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് കേസ് ആയാലും കൂടെ ഞാൻ അതിൽ എക്സ്പ്ലെയിൻ തരാം. ഇപ്പോൾ ഈ ഇടയ്ക്ക് 2 പേഷ്യൻസ് വന്നായിരുന്നു. ഒരു പേഷ്യൻ ജാക്കബ് സിൻഡ്രോം എന്ന് ഒരു പേഷ്യൻ്റ്. അത് വന്ന് കാര്യം എന്നാൽ XYY എന്ന് പറഞ്ഞാൽ സൂപ്പർ മെയിലിന് വരും. അപ്പോൾ അതിൻ്റെ അവർക്ക് നെറ്റടിച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധി ഇതാകാൻ പറഞ്ഞിട്ട് ഒരുപാട് കോംപ്ലിക്കേഷനാണ്. അറ്റ് ദ സെയിം ടൈം അതുപോലെ XYY ഉള്ള വലിയ സയൻറ്റിസ്റ്റായിട്ടുണ്ട്. സയൻറ്റിസ്റ്റാണ്, ഐൻസ്റ്റീനാണ് അതുപോലെ ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ ഇടയ്ക്ക് അടൂരിലുള്ള ഒരു കൊച്ചായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്ന് അവർ ഒരു സ്ഥലത്തിൽ വന്ന് നോക്കിയിട്ട് അവർ സൂപ്പർ മേലെ ടെർമിനേറ്റ് ചെയ്താൽ അവർ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ നല്ലവണ്ണമുണ്ട്. വേറെ ഒന്നും നമുക്ക് ക്രോമസോം ടെസ്റ്റ് ചെയ്ത് കൊണ്ടല്ലേ കണ്ടുപിടിച്ചത്. അന്നത്തെ കാലത്ത് ഇതുകൊണ്ട് ടെസ്റ്റുകളൊന്നും ഇല്ലല്ലോ. കൊച്ച് ജനിക്കട്ടെ, കൊച്ച് ഇപ്പോൾ ജനിച്ച് പറഞ്ഞ് നമുക്ക് പിന്നെ ആലോചിക്കണം. പിന്നെ അവർ ഇവിടുത്തെ ഡെലിവറി വളരെ സന്തോഷമായിട്ട് പോയി. നല്ല ആൺകൊച്ചായിരുന്നു, നല്ല സന്തോഷം. ഇപ്പോഴും ചെക്കപ്പിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കൊച്ചിൻ്റെ ഇൻ്റലിജൻസ് ആയാലും അതിൻ്റെ ഒരു ക്യാരക്ടറായാലും നമ്മൾ ചുറ്റുപാട് അനുസരിച്ച് മാറുന്നു. നല്ല പിള്ളേർ ഇത് നല്ല ഇൻ്റലിജൻറ്റ് ഉള്ള ആൾക്കാരോട് കൂടിയാൽ അവർ ഇൻ്റലിജൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ടായി പോകും. 10 പേരുള്ള സ്ഥലത്തിൽ ഒരു ആവറേജ് ആൾ കയറിയാൽ അവരും ഓട്ടോമാറ്റിക്കായി 9 പേർ മിടുക്കറായിട്ട് 10 ആൾ മിടുക്കറായി പോകും. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ പിന്നെ ഒരു ചെറിയ കോംപ്ലിക്കേഷൻസ്, കറക്റ്റബിൾ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഐ വിൽ നെവർ അലോ ദം ടു ഗോ ഫോർ ടെർമിനേഷൻ. ഒരിക്കലും ചെയ്യാൻ സമ്മതിക്കില്ല. ഇവിടെ സാധാരണ അബോർഷൻ ചെയ്യാറില്ല. കാരണം ഇപ്പോൾ സപ്പോസ് ചില എൻ്റെ പേഷ്യൻ്റ് തന്നെ വന്നിട്ട് സാറേ കുഞ്ഞിന് പാൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിപ്പോയി കളയാമെന്ന് പറയും. ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ അവരെന്നോട് ചോദിക്കും എവിടെ പോയാലും അത് നിങ്ങളുടെ സൗകര്യം. അപ്പം അത് ഞാൻ ചെയ്തു കൊടുക്കാതെ കൊണ്ട് ആ പേഷ്യൻ്റ് എന്തെങ്കിലും നഷ്ടപ്പെടും. അതല്ല, അത് നമുക്ക് ഒരു മനസാക്ഷിക്ക് എതിരായിട്ട് ചെയ്യാൻ പാടില്ല. അത് ഇവിടെ അബോർഷൻ ചെയ്യാറുണ്ട്. ഈ ഡിസ്ട്രിക്ട് മൊത്തം ചോദിച്ചാലും എത്ര കോടി കൊടുത്താലും ഡോക്ടർ ചെയ്യില്ലെന്ന് പറയും. അത് ചെയ്യാറില്ല. എന്ത് വലിയ കോംപ്ലിക്കേറ്റഡ് കേസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു അബോർഷൻ ചെയ്യുന്ന സമയത്ത് അത് കൊച്ച് വന്ന് കരയുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ ഒക്കില്ല. റൈറ്റ്? ഇറ്റ്സ് ലൈക്ക് എ മർഡർ. റൈറ്റ്? ചില പിള്ളേർ അൺമാരിഡ് പ്രഗ്നൻസി വരും. റൈറ്റ്? ചില പിള്ളേർക്ക് പ്രയാസത്തിൽ സംഭവിച്ചു പോകും. എന്നാലും അത് ഞാൻ ഇവിടെ തന്നെ 2-3 പേര് അൺമാരിഡ് പ്രഗ്നൻസി ഡെലിവറി ആയി പോയിട്ടുണ്ട്. അമ്മത്തൊട്ടിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്? ഒരു കൊച്ച് വന്ന് ഇവിടുത്തെ കൊച്ച് ഇപ്പോൾ ഡോക്ടറായി ഈ ഇടയ്ക്ക് ഞാൻ പോയി കണ്ട് അതിനുള്ള സ്റ്റെത്തും കൊടുത്ത് അതിനൊരു ഗിഫ്റ്റും കൊടുത്തിട്ട് വന്നു. തൊട്ടടുത്തുള്ള ബാംബെയിലെ ആ കൊച്ച് മലയാളിയാ, ബൈ ബർത്ത് മലയാളിയാ. പക്ഷേ ബാംബെയിൽ അത് ഹിന്ദിയും അറിയാം, തമിഴ് അറിയാം. കാരണം അവർ തമിഴ്നാട്ടുകാരെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ആ ഡോക്ടറായി. അപ്പോൾ ആ ഡോക്ടറായി ഞാൻ ഈ ഒരു 4-5 മാസം മുമ്പ് ഞാൻ കണ്ടിട്ട് കൊച്ചിനെ നീ ഗൈനക്കോളജിസ്റ്റ് തന്നെ ആകണമെന്ന് പറഞ്ഞിട്ട് മനസ്സിലായ. ആ കൊച്ചിനൊക്കെ അറിയാം. അത് അഡാപ്റ്റഡ് അച്ഛനമ്മയും അവർ ഞാൻ പറഞ്ഞു ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞു. അവർ പറയുകയും ചെയ്യും. അത് എന്നാൽ അവർ കോംപ്ലക്സ് ഈ കൊച്ചിൻ്റെ കോംപ്ലക്സ് അറിയില്ലേ, അവർ ഒരു ഡാർക്ക് കോംപ്ലക്സാണ്. അപ്പോൾ ഈ കൊച്ചു നല്ല ബ്രാഹ്മിൻ പോലുള്ള കൊച്ചല്ല, കേരളത്തിൽ പിള്ളേർ ഒരു കളർഫുള്ളുള്ള. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മക്കളെ നീ ഗൈനക്കോളജിസ്റ്റ് വന്നു പറഞ്ഞു. പിന്നെ ഞാൻ മെഡിക്കൽ സ്കൂളിലെ സമയത്ത് ഈ ഒരു മാസം ഒരു കൊച്ചിനെ വളർക്കുമായിരുന്നു. അമ്മത്തൊട്ടിൽ ഞാൻ ഐ വിൽ ഇൻഫോം ദ കളക്ടർ ഇൻഫോം ചെയ്ത് അവർ ഒരു സ്ക്വാഡ് വിടും. അപ്പോൾ അവർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നവർ എനിക്ക് ടെൻഷനാണ്. കാരണം കുഞ്ഞിന് പോലെ സംഭവിച്ചു പോയാലും എല്ലാം പറയില്ലേ, ഡോക്ടർ പൈസ വാങ്ങിച്ചിട്ട് വല്ലതും ചെയ്തെന്ന് പറയാൻ. അതുകൊണ്ട് അവർ വന്ന് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഒരു 3 പിള്ളേർ പോയിട്ടുണ്ട്. ഒന്ന് തിരുവനന്തപുരത്ത് കൊണ്ട്, ഒന്ന് പാലയ്ക്ക് പോയിട്ടുണ്ട്. 2 പിള്ളേർ പാലയ്ക്ക് പോയിട്ടുണ്ട്. 2 പിള്ളേർ പാല പോകുന്ന പിള്ളേർ എവിടെ പോയിന്ന് എനിക്കറിയാം. ഈ ഹോസ്പിറ്റലിൽ ഡെലിവറി വെച്ച് അത് ഒരു സ്പിന്നിങ് മിൽ ഓണറായിപ്പോൾ നാഗർകോയിലുണ്ട് സ്പിന്നിങ് മിൽ. ഈ കൊച്ചിനെ ഈ ഹോസ്പിറ്റൽ പേര് തന്നെ ആ കൊച്ചിനെ വെച്ചിരിക്കുക. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അല്ലേ.
ജീവിതത്തിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് കിട്ടാനുള്ള ഭാഗ്യമല്ലേ ഇതൊന്ന്. അപ്പോൾ നമ്മൾ എടുത്ത പിള്ളേരെ വലിയ വലിയ ആൾക്കാരാണ് കേൾക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കുന്നുണ്ട്. ശരിയല്ലേ? നമുക്ക് ഈ പിള്ളേരെ വലുതായി വലിയ എല്ലാ ഒത്തിരി ഡോക്ടർമാരായി, ഒത്തിരി ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുണ്ട്, അനസ്തെറ്റിസ്റ്റ് ആയിട്ടുണ്ട്, പിന്നെ എൻജിനീയേഴ്സ് ആയിട്ടുണ്ട്, പിന്നെ പോലീസ് ഓഫീസർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ വെളിയിൽ നിൽക്കുന്ന സമയത്ത് വന്ന് പോലീസ് ഓഫീസർ പറഞ്ഞ സമയത്ത് ഞാൻ പേടിച്ചു ഇതിൻ്റെ വരികയാണ്. അപ്പോൾ സാറേ എന്നാ മനസ്സിലായില്ലായിരിക്കും, ഞാൻ സാറിൻ്റെ കൈ കൊണ്ടുവന്നാണ് പറയാം. അപ്പോൾ നമുക്ക് എവിടെയോ പറഞ്ഞാൽ അത് കൂടുതൽ സന്തോഷമേ ലോകത്തിലില്ലല്ലോ. ഈ മെറ്റേണിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് ഈ നമ്മുടെ കൈകൊണ്ട് വരുന്ന പിള്ളേരെ വലിയ ആൾക്കാരും കേൾക്കുന്നതാണ് വളരെ സന്തോഷം. അത് കൂടുതൽ അത് ഒരു വലിയ ഏണിങ്ങാണ്, അല്ലാതെ പൈസ ഉണ്ടാക്കുന്നത് ഒരു ചിലവിന് ഏണിങ്ങല്ല, റൈറ്റ്? മറ്റേ ഏത് ഡിപ്പാർട്ട്മെൻറ്റും കിട്ടാനുള്ള ഒരു ഭാഗ്യം മെറ്റേണിറ്റിക്കാർക്ക് കിട്ടും. ശരിയില്ലയോ? ഡോക്ടറിന് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടർ ആവുക എന്നത്. ഈ രംഗത്തേക്ക് കടന്നു വരാനുള്ള കാരണം എന്താ? അങ്ങനെയില്ല, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അതിപ്പോൾ ഞാൻ പഠിക്കുന്ന ഹൈസ്കൂളിലൊക്കെ സാധാരണ കുടുംബത്തിൽ വന്ന ആളാണ്. അപ്പോൾ വന്ന് നല്ല മാർക്ക് കിട്ടിയായിരുന്നു. മാർക്ക് കിട്ടിയ ഉടനെ എല്ലാവരും പറഞ്ഞു നീ അപ്ലൈ ഇടാന്ന് പറഞ്ഞു. അപ്ലൈ ചെയ്ത കൂട്ടത്തിൽ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഈ ഫീൽഡിൽ വരുന്ന സമയത്ത് MBBS കഴിഞ്ഞിട്ട് ഈ ഗൈനക്ക് ഒരിക്കലും ഞാൻ പ്രവേശിച്ചിട്ടില്ല. പിന്നെ അവിടുത്തെ മാഡംസ് വന്ന് മോനെ വിളിച്ച് നമ്മൾ സ്നേഹം കൂടുതൽ കാണിച്ച ഉടനെ എടാ വാ നീ ഒന്ന് നിങ്ങളുടെ കൂടെ കൂട്, ഉനക്ക് ഞങ്ങളെല്ലാം പറഞ്ഞു തരാൻ പറഞ്ഞു. എന്നാൽ ഞാനൊക്കെ നല്ല വർക്ക് ചെയ്യുന്ന ടൈപ്പാണ്, വർക്ക് ചെയ്യുന്ന. അപ്പോൾ അവർ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ചെറുക്കൻ വന്നാലേ ഇവന് ഒരു അസറ്റ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് തോന്നിയതുകൊണ്ട് അവർ എന്നെ വിളിച്ച് എന്നെ പഠിപ്പിച്ചതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ടേസ്റ്റായി. ഇല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ സർജനാണെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, റൈറ്റ്? എന്നാൽ സാധാരണ മെയിൽ മെമ്പേഴ്സെല്ലാം അങ്ങനെ വിചാരിക്കാറില്ലേ. അപ്പോൾ പിന്നെ തെന്നി വീഴുന്ന ഇങ്ങോട്ട് വീഴുന്നേ ഉള്ളൂ. അപ്പോൾ ആ ദൈവങ്ങളെ വന്ന് അമ്മയും അച്ഛനെവിടെ അവരാ ദൈവങ്ങൾ എന്ന് പറയും. കാരണം അവർ എല്ലാം ബ്ലെസ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് എല്ലാ ഐശ്വര്യവും കിട്ടി. ശരിയല്ല? അത് എല്ലാ ഐശ്വര്യവും അവർക്ക് അവർ മനസ്സുകൊണ്ട് എന്നെ പഠിപ്പിച്ചത് കൊണ്ട് എനിക്ക് എല്ലാ കൈപ്പിനും കിട്ടി. വന്ധ്യത പോലെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ധാരാളമായി വർദ്ധിച്ചു വരുന്നുണ്ട്. ഡോക്ടറിന് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ പണ്ടത്തെന്ന് പറഞ്ഞാൽ ഈ ഇമ്പോർട്ടൻസ് സെക്കൻഡ് ഇമ്പോർട്ടൻസ് കൊടുക്കും. അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉള്ളത്. ഇപ്പം നേരെ തിരിച്ചാണ്. ഇപ്പോൾ കല്യാണമായി 2-3 മാസം ആയാലും കുഞ്ഞുങ്ങളായാലെങ്കിൽ ഉടനെ ആശുപത്രി ഓടുക, അവിടെ 100 ടെസ്റ്റുകൾ ചെയ്യുക, അതല്ല വെയിറ്റ്. അതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം. ഇപ്പോൾ ജിപ്സീസില്ലേ, നമ്മൾ റോഡ് സൈഡ് ജീവിക്കുന്ന ആൾക്കാർ, അവർക്ക് ഒരു പ്രോബ്ലം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അവരും പ്രസവിക്കാറുണ്ട്, ആശുപത്രി പോകാറില്ല, പിള്ളേരായാലും ഒരു ഇമ്മ്യൂണൈസേഷൻ എടുക്കില്ല, ഒന്നും എടുക്കില്ല. നമ്മുടെ ഹെൽത്ത് കെയർ കൂടുതൽ പോകുന്ന സമയത്ത് കോംപ്ലിക്കേഷൻ കുറേ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സാധാരണ രീതിയിൽ ഈ ഒരു വർഷം 2-3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ശരി എന്താ അപ്പോൾ ഹസ്ബൻഡ് എവിടെയാണ്? വെളിയിലെയാണ്. ശരി, വെളിയിൽ നിന്ന് എത്ര നാൾ കൂടെ കാണും? ഒരു വർഷത്തിൽ 1 മാസം വരും. അപ്പോൾ എന്നെ സംബന്ധിച്ച് 3 വർഷം ആയാലും 3 മാസം ഒന്നിച്ച് താമസിച്ചിരിക്കുന്നില്ലേ, നിങ്ങളെന്തിനാ ഈ വെപ്രാളം പിടിക്കാറുണ്ട്? അപ്പോൾ അവർ വന്ന് ചെറുക്കൻ്റെ വീട്ടുകാർ പറയും പെണ്ണിൻ്റെ കുറ്റം പറയും, പെണ്ണിൻ്റെ വീട്ടുകാരും ചെറുക്കൻ്റെ കുറ്റം പറയും. അപ്പോൾ പേടിച്ചിട്ട് പിള്ളേരെ നോക്കാൻ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങും. ഹോസ്പിറ്റലിൽ പോകാൻ എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം അതിൻ്റെ പുറകെ ഓടിപ്പോവും. വേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇൻഫെർട്ടിലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കുറ്റം പറയുന്നില്ല. പിന്നെ എന്നാലും ഇവിടെ തിരുതി. ഇപ്പോൾ എല്ലാവരെയും ഇപ്പോൾ പൈസ ഉണ്ട്, ഇല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ബോണ്ട് ടു ലിവ് വിത്തൗട്ട് എനി പ്രോബ്ലംസ്. ഇരിക്കുന്നവരെ ഹാപ്പി ആയിട്ടിരിക്കണം, ലൈഫ് സ്റ്റൈലും ഇങ്ങനെ നിൽക്കണം, ആ ചിന്തയുള്ള ആൾക്കാർ. മറ്റു രാജ്യത്തിൽ അങ്ങനെയല്ല. മറ്റു രാജ്യത്തിൽ പറഞ്ഞാൽ പാവർട്ടി, പൈസ അല്ല, ജീവിക്കാൻ പൈസ അല്ല, നല്ല 3 നേരം സാപ്പാട് കഴിക്കാനും ഗതിയില്ല. അപ്പോൾ വരുന്ന സമയത്ത് അവർ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ആ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ആയിട്ട് അവർക്ക് ഈ ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അവർ പെട്ടും തിരിഞ്ഞ് വയ്ക്കുകയല്ല. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ 2 മാസം ആയിക്കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഓടും. അപ്പോൾ ഓടുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് ഞാൻ കണക്ക് പറഞ്ഞു കൊടുക്കുക, മക്കളെ ഈ പീരീഡിൽ നിങ്ങൾ ജീവിക്കുക, ഉറപ്പായിട്ട് കുഞ്ഞ് ഉണ്ടാകാൻ പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല. ഓ ഡോക്ടർ ഇതൊന്നും ശരിയില്ലെന്ന് വന്നിട്ട് ദേ വിൽ ഗോ ടു സം അതർ പ്ലേസ്. ഞാൻ പറഞ്ഞു കൊടുക്കും, കേട്ടില്ലേ അവർ നമ്മൾ നിർബന്ധിക്കാൻ നോക്കുകയില്ലല്ലോ. അപ്പോൾ സാധാരണ ഇതിലിപ്പോൾ വന്ന് തിരുതി വയ്ക്കേണ്ട ഡിപ്പാർട്ട്മെൻ്റ് അല്ലല്ലോ.
ദൈവം വിചാരിച്ചിരിക്കണം ഇന്ന് അവർ തലയിൽ വച്ചിരിക്കണം ഇത്ര മക്കൾ ഇന്ന് ഉണ്ടാകും ചൊല്ലി. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കിട്ടും. ഒന്ന്. രണ്ടാമത് ഇത് ദൈവവിശ്വാസമാണ്. ഇത് സൂപ്പർ പവറാണ്. ക്രിയേഷൻ ഓഫ് ലൈഫ്. ഒരു ജീവൻ ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. മറ്റേപോലെ വീട് ഉണ്ടാക്കുന്നത് തട്ടിപ്പൊളിക്കും പുതിയ വീടാണ്, അങ്ങനെയല്ല. മറ്റ് ഏത് ഡിപ്പാർട്ട്മെൻറ്റോടെ ഇത് വന്ന് വലിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നാച്ചുറൽ ഡിപ്പെൻഡൻറ്റ് നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം എന്തായാലും ഒരു ജീവൻ ഉണ്ടാകുന്നില്ലേ, അത് ജീവൻ ഉണ്ടാകുന്ന പറഞ്ഞാൽ അതെങ്ങനെയാണ് ചിന്തിക്കാൻ നോക്കാതെ. എല്ലാവരും വിചാരിക്കുക ഒരു കൊച്ചുണ്ടായ അങ്ങനെ, അയ്യോ അത് ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ ചിന്തിക്കാനില്ല. ഇവിടെ ചില പിള്ളേർ വന്ന് IVF ചെയ്തിട്ട് 2 പ്രാവശ്യം ഉള്ള പൈസ എല്ലാം പോയിട്ട് ലാസ്റ്റിൽ കുഞ്ഞുങ്ങളെല്ലാം വന്ന് നിൽക്കും. എന്താണ്ട് അവർ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞുണ്ടായി പോകും. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് എത്ര ചിലവ് ചെയ്യേണ്ട ഗതികേട് ഉണ്ടാകും, ചിലവ് ചെയ്യും. നിങ്ങൾ സമയമായി കിട്ടും. സമയം കാരണം ചില സെറ്റപ്പിൽ പ്രസവം നിർത്തിയിട്ടും പിന്നെ ഗർഭിണിയാകും, മനസ്സിലായോ? അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, നിങ്ങൾക്ക് ഒരു കൊച്ചുകൂടെ എക്സ്ട്രാ ഉണ്ട്, ദൈവം എഴുതിയിട്ടുണ്ട്, അത് എന്ന് മടിക്കൊന്നിരിക്കുന്നു പറയും. എന്നാൽ അതിനെ നമ്മളത് ഈ നമുക്ക് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത്, അതിന് വേദനിച്ച് നഷ്ടപ്പെടുന്ന സമയത്ത് കാണാൻ നമുക്ക് പ്രയാസമാണ്. നമ്മൾക്ക് ഏറ്റവും വലിയ ആൾക്കാരും നമ്മുടെ കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് എന്തുമാത്രം ഫീലിംഗ് വരുമോ അതേ തന്നെ എല്ലാ ഫീലിംഗ് കാണും. അല്ലാതെ വന്ന് അങ്ങനെയാണ് പറയാനേ പാടില്ല. കാരണം ഈ ഷുഡ് ബി മിക്സ് വിത്ത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഒരു എണ്ണങ്ങളോടെ നമ്മൾ മിക്സ് ചെയ്ത് പോകണം. അവരുടെ ഒരു ഐഡിയാസ് എല്ലാം അവർ മനസ്സിൽ എന്താ ഉള്ളത് അതുകൂടെ മിക്സ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് സെൻറ്റിമെൻ്റലായി പോകും. അല്ലാതെ ഇതിനകത്ത് നമ്മൾ ഡോക്ടർമാരിന് ഗൈനക്കോളജിസ്റ്റിന് IVF സെൻ്റർ ആയാലും പൂജാരിമാർ പോലെ വിചാരിച്ചാൽ മതി. ദൈവം വിചാരിച്ചിരിക്കണം, കൊടുക്കണം, കിട്ടിയാലും കിട്ടും. ശരിക്കും പറഞ്ഞാൽ PCOD ഞാൻ അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്താണെങ്കിൽ അത് ഒരു ലേഡിക്ക് ഒരു 1-ാം തീയതി പീരീഡ് വന്നു, അടുത്ത പീരീഡ് 30-ാം തീയതി വരും, ശരിയില്ലേ? അപ്പോൾ ഇവർ എന്താ ചെയ്യുമെന്ന് ചോദിച്ചാൽ മക്കളില്ലെന്ന് പറയുന്നത് ഈ മാസം കൂടെ നോക്കിയിട്ട് ആശുപത്രിയിൽ പോകും. ആശുപത്രിയിൽ പോകാൻ മെൻസസ് ആയി കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ നോക്കിയാൽ PCOD റെക്കോർഡാകും, യാതൊരു സംശയമില്ല. PCOD ഓവുലേഷൻ നടന്നില്ലെന്ന് റെക്കോർഡായി. അപ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെ വരുന്ന പിള്ളേരെല്ലാവരും വരുന്ന പിള്ളേരെ ഞാൻ പറഞ്ഞു ഫോളിക്കുലർ സ്റ്റഡി നോക്കും, ഓവുലേഷൻ ഡേ കണ്ടുപിടിക്കും. 1-ാം തീയതി പീരീഡ് വന്നാൽ 30-ാം തീയതി പീരീഡ് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം 15-ാം തീയതി ഓവുലേഷൻ നടന്നിട്ടുണ്ട്, പ്രഗ്നൻ്റ് ആകാതെ അടുത്ത 15 നമുക്ക് പീരീഡ് വന്നു. സപ്പോസ് 2 മാസം കൂടി ഇരിക്കുന്ന ഒരാൾ മെൻസസിന് ഉണ്ടെങ്കിലും 1.5 മാസം വരെ PCOD. 1.5 മാസം കഴിഞ്ഞ് ഓവുലേഷൻ നടന്ന് പ്രഗ്നൻ്റ് ആകാതെ കൊണ്ട് പീരീഡ് അടുത്ത 15 ദിവസം ഉറപ്പായിട്ട് വന്നിരിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോളിക്കുലർ സ്റ്റഡി നോക്കും. എന്ന് പറഞ്ഞാൽ 10th, 12th, 14th, 16th ഡേ നോക്കുന്ന സമയത്ത് നമുക്ക് ഓവുലേഷൻ ഡേ കണ്ടുപിടിക്കാൻ പറ്റും. അത് വെച്ച് ഞാൻ അപ്പ് ആൻഡ് ഡൗൺ പറഞ്ഞു കൊടുക്കും. ഇപ്പം സാധാരണ രീതിയിൽ 30 ദിവസം കൂടി ഇരിക്കൽ ഒരാൾക്ക് പീരീഡ് എന്നുണ്ടെങ്കിൽ സെൻട്രൽ 10 days വാലിഡ്. അപ്പോൾ അത് 15 മുൻപുള്ള PCOD റെക്കോർഡാകും. അതിൽ യാതൊരു സംശയമില്ല. ഓവുലേഷൻ നടന്നില്ലല്ലോ, PCOD റെക്കോർഡാകും. ഏത് സ്കാനിങ് പേപ്പർ നോക്കിയാലും റെക്കോർഡാകും. അപ്പോൾ പേഷ്യൻസ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഇത് തിരുത്തി വയ്ക്കരുത്, ഇത് PCOD പേര് വന്ന് ഓവുലേഷൻ നടന്നാൽ മാറും. അത് അത്രയും ഒരു സയൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും, കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അല്ലാതെ PCOD രോഗം തുടക്കം മെൻസസ് തുടങ്ങുന്ന കാലത്തിൽ ഓവുലേഷൻ നടക്കില്ല, മെൻസസ് അവസാനിക്കുന്ന കാലത്ത് ഓവുലേഷൻ ഇടയിൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ ഉറപ്പായിട്ട് ഓവുലേഷൻ നടന്നിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഡോക്ടറിൽ നിന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയും നേരം ഞങ്ങൾ വളരെ നന്ദി. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഈ കൊച്ചു ഇവിടെ അമ്മ ഇവിടെ പ്രസവിച്ചതിന് 100% സന്തോഷമുണ്ട്. ഞങ്ങൾ എല്ലാവർക്കും നന്ദിയുണ്ട്.